ദുർഘടമായ യാത്രയായിരുന്നു ആദ്യകാലത്ത് ഹൈറേഞ്ചിൽ എങ്കിലും ഞാൻ പോകുമായിരുന്നു. രാവിലെ 3 മണിക്കും 4 മണിക്കും ഒക്കെ എണീറ്റ് പോകണം. ബൈബിളിൻ്റെ ഉദ്ദേശം ശാസ്ത്രം പഠിപ്പിക്കുക എന്നുള്ളതല്ല, ശാസ്ത്രത്തിൻ്റെ ഉദ്ദേശം ബൈബിൾ പഠിക്കുക എന്നുള്ളതല്ല. 30 കൊല്ലത്തെ ഈ ശുശ്രൂഷയ്ക്ക് ശേഷം പെട്ടെന്ന് അവർ വേർപിരിഞ്ഞു പോയി എന്ന് കേട്ടപ്പോൾ ഇടവചനം മുഴുവൻ ഞെട്ടി. നവതിയുടെ നിറവിലായിരിക്കുന്ന കോതമംഗലം രൂപത ബിഷപ്പ് എമരിറ്റൂസ് മാർ ജോർജ് പുന്നക്കോട്ടിൽ 1936 സെപ്റ്റംബർ 13 എറണാകുളം ജില്ലയിലെ തഴവൻ കുന്നിൽ ജനനം. 1953 വാഴക്കുളം ഇൻഫന്റ് ജീസസ് ഹൈസ്കൂളിൽ നിന്ന് മെട്രിക്കുലേഷൻ പാസ്സായി എറണാകുളം മൈനസ് സെമിനാരിയിൽ ചേർന്നു. ആലുവ മംഗലപ്പുഴ സെയിൻറ്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിൽ നിന്ന് തത്വശാസ്ത്ര പഠനം പൂർത്തിയാക്കി. റോമിലെ പൊന്തിഫിക്കൽ അർബൻ യൂണിവേഴ്സിറ്റിയിലായിരുന്നു ദൈവശാസ്ത്ര പഠനം. 1961 ഒക്ടോബർ 18 ചങ്ങനാശ്ശേരി അതിരൂപതയിലെ അന്നത്തെ മെത്രാപ്പോലിത്തയായിരുന്ന അഭിവന്യ മാത്യു കാവുകാട്ടിൽ പിതാവിൻ്റെ കൈവപ്പ് വഴി പുരോഹിതനായി അഭിഷിക്തനായി. റോമിലെ പൊന്തിഫിക്കൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിശുദ്ധ തിരുവെഴുത്തുകളുടെ പഠനത്തിൽ ലൈസൻസ് ബിരുദവും, റോമിലെ പൊന്തിഫിക്കൽ ഗ്രിഗോറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ബൈബിൾ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റും സ്വന്തമാക്കി. രൂപതയിലെ അദ്ദേഹത്തിൻ്റെ ആദ്യ നിയമനം കോതമംഗലം സെയിൻറ്റ് ജോർജ് കത്തീഡ്രലിലെ അസിസ്റ്റന്റ് വികാരി എന്ന നിലയിലായിരുന്നു. 1968 വടവാതൂർ സെയിൻറ്റ് തോമസ് അപ്പോസ്ലേറ്റ് സെമിനാരിയിൽ പ്രൊഫസറായി നിയമിതനായി. വിശുദ്ധ ബൈബിളിൻ്റെയും ദൈവശാസ്ത്രത്തിൻ്റെയും പ്രൊഫസറായിരുന്നു അദ്ദേഹം. അതേസമയം സെമിനാരിയുടെ വൈസ് റെക്ടറും. 1974 USA വാൻഡർബിൾട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇൻ്റർനാഷണൽ റിലേഷനിൽ മാസ്റ്റേഴ്സ് ബിരുദം സ്വന്തമാക്കി. 1976 യൂണിയൻ തിയോളജിക്കൽ സെമിനാരിയിൽ വിസിറ്റിംഗ് സ്കോളറായി അദ്ദേഹം സേവനം ചെയ്തു. ആ വർഷത്തിൻ്റെ അവസാനം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് വടവാതൂർ സെയിൻറ്റ് തോമസ് അപ്പോസ്തലിക് സെമിനാരിയിൽ പ്രൊഫസറായി വീണ്ടും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം തുടർന്നു. അതോടൊപ്പം ബൈബിൾ ഭാഷ്യം എന്ന ആനുകാലിക പ്രസിദ്ധീകരണത്തിൻ്റെ എഡിറ്ററുമായിരുന്നു. അന്നു മുതൽ ഇന്ന് വരെ ആനുകാലികങ്ങളിൽ നിരവധി പണ്ഡിത ലേഖനങ്ങളും ബൈബിൾ അധിഷ്ഠിതമായ 7 പുസ്തകങ്ങളും അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. 1977 ഫെബ്രുവരി 26 കോതമംഗലം രൂപത ബിഷപ്പായി നിയമിതനായി. 1977 ഏപ്രിൽ 24 അദ്ദേഹത്തിൻ്റെ എപ്പിസ്കോപ്പൽ ഓർഡിനേഷൻ. KCBC പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെയിൻറ്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിലെ എപ്പിസ്കോപ്പൽ കമ്മീഷൻ ചെയർമാൻ, CBCI വൈസ് പ്രസിഡന്റ് തുടങ്ങിയ ഒട്ടേറെ സ്ഥാനമാനങ്ങൾ അദ്ദേഹം വഹിച്ചിരുന്നു. ദൈവപരിപാലനയുടെ തണലിൽ 90ാമത്തെ വർഷം തികയ്ക്കുന്ന ഈ അഭിഷിക്തൻ്റെ ജീവിതത്തിലേക്ക്, ഈ അഭിവന്യ പിതാവിൻ്റെ ജീവിതത്തിലെ ധന്യ മുഹൂർത്തങ്ങളിലേക്ക് നമുക്കേവർക്കും കടന്നു ചെല്ലാം. അഭിമന്യ പിതാവെ, ഇടയ ശബ്ദത്തിലേക്ക് അങ്ങേക്ക് സ്വാഗതം. പിതാവ് ഇപ്പോൾ വിശ്രമ ജീവിതത്തിൽ പ്രവേശിച്ചിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 13 വർഷങ്ങൾ. ഈ കാലയളവിൽ എങ്ങനെയാണ് ചെലവഴിക്കുന്നത്? പ്രാർത്ഥനയും പഠനവും ഒക്കെ എങ്ങനെയാണ്?
ഞാൻ വായിക്കാറുള്ള സാധാരണ ധാരാളം വായിക്കും. ഇതിൽ ബുക്സും ഉണ്ട്. ഞാൻ വായിക്കും, എഴുതും. പുസ്തകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഒന്ന് ശേഷം 5 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. റിട്ടയർഡായതിനു ശേഷം 5 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ സബ്ജക്റ്റ്? അതെല്ലാം ബൈബിളാണ്, ബിബ്ലിക്കലായിട്ടുള്ള പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമവും. ഇതിൽ സെൻറ്റ് പോൾസ് ലെറ്റേഴ്സ്, സെൻറ്റ് പോൾ, അങ്ങനെയുള്ള ബൈബിൾ മാത്രമേ ഞാൻ എഴുതിയുള്ളൂ. ഇപ്പം ഞാൻ എഴുത്ത് നിർത്തി, കാരണം എനിക്ക് കൈ പാടില്ല. ഫ്രോസൺ ഷോൾഡർ എന്ന് പറയും, കൈ കൊണ്ട് എഴുതാൻ പ്രയാസം. അതുകൊണ്ട് ഞാൻ എഴുത്തൊക്കെ നിർത്തി. എഴുതാൻ പ്രയാസമാണ് എഴുത്ത്. പിന്നെ ഞാൻ നോക്കിയപ്പം ഇനി എഴുതണ്ട, പുതിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് എൻ്റെ ജോലി അവസാനിച്ചു. ഞാൻ അങ്ങനെ എഴുതുന്നില്ല. ഈ ടോട്ടൽ എത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടാവും? 7 പുസ്തകങ്ങൾ. അതിൽ 5 റിട്ടയർഡായതിനു ശേഷം. ഈ നീണ്ട കാലയളവ് കോതമംഗലം രൂപതയുടെ ബിഷപ്പായിരുന്നല്ലോ. ഏകദേശം എത്ര വർഷമായിരുന്നു അത്? 36 കൊല്ലം ഇവിടെ ബിഷപ്പായിരുന്നു. 36 വർഷം. കോതമംഗലം രൂപതയുടെ രണ്ടാമത്തെ ബിഷപ്പായിട്ട് 1977 മുതൽ 2013 വരെ. പിതാവായതിനു ശേഷം കോതമംഗലം രൂപതയിൽ ഈ 36 വർഷം ശുശ്രൂഷ ചെയ്തപ്പോൾ സന്തോഷം നൽകിയ ഏതെങ്കിലും ഒരു കാര്യം പങ്കുവയ്ക്കാൻ പറ്റുമോ? എനിക്ക് എല്ലാ കാര്യങ്ങളും സന്തോഷം നൽകുന്ന ഒന്നായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് പള്ളികളിലൊക്കെ പോകുന്നത് വളരെ ദുർഘടമായ യാത്രയായിരുന്നു ആദ്യകാലത്ത്, ഹൈറേഞ്ചിക്കൂടെയൊക്കെ. എങ്കിലും ഞാൻ പോകുമായിരുന്നു. രാവിലെ 3 മണിക്കും 4 മണിക്കും ഒക്കെ എണീറ്റ് പോകണം യാത്ര ചെയ്യാൻ. ആ സമയത്ത് നല്ല കിലോമീറ്റർ ദൂരം ഉണ്ടല്ലോ. ഇടുക്കി രൂപത സെപ്പറേറ്റ് ദൂരമുണ്ട്, വഴികൾ ഇല്ല. ഉള്ള വഴികൾ ഇടുങ്ങിയ വഴികൾ, മണ്ണ് വഴികൾ. യാത്ര ചെയ്യുക ദുർഘടമായിരുന്നു, അപകടകരമായിരുന്നു. പോകുമായിരുന്നു. എനിക്കത് ഇഷ്ടമായിരുന്നത്. അങ്ങനെ പള്ളിയിൽ പോകുന്നതും കുട്ടികളെയും പ്രായമായും കാണുന്നതും. അവർക്ക് എന്നെ ഇപ്പോഴും ഓർമ്മയുണ്ട്. രൂപത വേർപിരിഞ്ഞിട്ട് 23 വർഷമായി. ഇടുക്കി രൂപത. ഇങ്ങനെ ആളുകൾക്ക് വഴിക്ക് വെച്ച് കാണുമ്പോൾ എന്നെ അടുത്ത് വന്ന് ഒരു വിവരങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോഴും എന്നെ കാണുന്ന അവർക്ക് സന്തോഷമാണ്. ഈ ബിഷപ്പായിരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉണ്ടായിട്ടുള്ളത് ഏത് കാര്യത്തിലാണ്? അതിനെ എങ്ങനെയാണ് അതിജീവിച്ചത്? ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ മുഖ്യമായിട്ട് ആളുകളുടെ പ്രയാസങ്ങളാണ്. ആളുകൾക്ക് പലപ്പോഴും ഈ കുടിയേർക്ക് ഭീഷണി നേരിടേണ്ടി വന്നിട്ടുണ്ട്. കുടിയേർക്ക്, പിന്നെ പ്രകൃതി ദുരന്തങ്ങൾ, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, കൊടുങ്കാറ്റ്, അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ. അതിന് പരമായിട്ട് മനുഷ്യർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടായ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ സഹായിക്കേണ്ടി വന്നിട്ടുണ്ട്. പല രീതിയിലും അവർക്ക് സഹായം കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിനായിട്ട് തേയില കൃഷി പ്രോത്സാഹിപ്പിച്ചു. തേയില കൃഷി ഞാനല്ല, തുടങ്ങിയ ഒരു അച്ഛനാണ് അങ്ങേ കോട്ടഗിരി പോയി തേയില കൊണ്ടുവന്ന് നടാനായിട്ട് കാണിച്ചു കൊടുത്തു. പിന്നെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ സഹകരണത്തോടു വേണ്ടി ചെയ്ത് ഒത്തിരി വീട്ടുകാർക്ക് തേയില കൊടുത്തു. തേയിലെല്ലാം വളർന്നു വന്നപ്പോഴത് ഇതിൻ്റെ മൊട്ട് ശേഖരിക്കാനായിട്ട് മുമ്പോട്ട് വരുന്നില്ല. അപ്പം അതിന് നമ്മൾ ഒരു ഫാക്ടറി തുടങ്ങി, തേയില ഫാക്ടറി അവിടെ തുടങ്ങി. അവിടെ മുട്ട് ശേഖരിച്ച് നാരകാനത്ത്, പത്തമ്മയിൽ അടുത്ത് മുട്ട് ശേഖരിച്ച് ജീവൻ ടീ എന്നായിരുന്നു എൻ്റെ പേര്. ജീവൻ ടീ തേയില ഉണ്ടാക്കി പാക്ക് ചെയ്ത് ചെലവഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ നമ്മൾ ഒത്തിരി പശുക്കളെയും ആ കാലത്ത് കൊടുത്ത് കുടുംബങ്ങൾക്ക് പശുക്കളെ ലോണായിട്ടാണ് കൊടുത്തത്. ലോണൊന്നെല്ലാം തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല. ഇങ്ങനെ ഒത്തിരി പശുക്കൾ കൊടുത്തത്. ഈ പശുവിൻ്റെ പാല് ശേഖരിച്ച് പ്രോസസ് ചെയ്യാനായിട്ട് നമ്മൾ ജീവ മിൽക്ക് എന്ന് പറഞ്ഞ പരിപാടി തുടങ്ങി. നേരിമംഗലത്താണ്. ഉള്ളിലോട്ട് മാറി. താഴെ സ്കൂൾ ബിൽഡിങ്സൊക്കെ താഴെ പോയിട്ടുണ്ട് കൊടുങ്കാറ്റ് പിടിച്ച്. ഈ ഉരുൾപൊട്ടലിൻ്റെ കാലത്താണ്.
കൊടുങ്കാറ്റ്, ബിൽഡിങ്സ് പോയി, പള്ളി കെട്ടിടങ്ങൾ താഴെ വീണിട്ടുണ്ട്. അപ്പം അതെല്ലാം പുനഃസ്ഥാപിക്കുക എന്നുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. വേറൊരു കാര്യം, ഇവിടെ ഈ പള്ളികൾ കല്ലുകൊണ്ട് നന്നായിട്ട് പണിത് ഓടൊക്കെ മേഞ്ഞ് അല്ലെങ്കിൽ ഷീറ്റ് മേഞ്ഞ പള്ളികൾ വളരെ ചുരുക്കമായിരുന്നു കാലഘട്ടത്തിൽ. ഈ പള്ളികളെല്ലാം പണിയണം, അതിന് ആളുകൾക്ക് സാമ്പത്തിക കുറവായി നന്നായിട്ട് സഹകരിച്ചിരുന്നു, പണിക്കുകയും സഹകരിച്ചിരുന്നു, ഉള്ള കാശ് കൊടുക്കാൻ സഹകരിച്ചിരുന്നു. അപ്പോൾ രൂപതയിൽ നിന്നും സഹായം ചെയ്തിരുന്നു, വൻതോതിൽ സഹായം ചെയ്തിരുന്നു. പിന്നെ പള്ളികളെല്ലാം ഉണ്ടാക്കാനായിട്ട് സഹായിച്ചു, കൃഷിയുടെ കാര്യത്തിൽ സഹായിച്ചു. പിന്നെ സ്കൂളുകളില്ലായിരുന്നു എന്ന് പറയാം. രൂപതയിൽ ആ ഏരിയയിലെല്ലാം കൂടി 2-3 സ്കൂളുകളുണ്ടായിരുന്നുള്ളൂ. ഹൈറേഞ്ച് ഏരിയയിൽ പാറത്തോടും പൊട്ടങ്കാടും 2 സ്കൂളുകളേ ഉള്ളൂ. പിന്നെ ഇപ്പോഴും മിക്കവാറും എല്ലാ ഇടവുകളിലും LP സ്കൂള് അല്ലെങ്കിൽ UP സ്കൂള് അല്ലെങ്കിൽ ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി സ്കൂള് ഒക്കെ ഉണ്ട്. ഞാനായിട്ടല്ല, അങ്ങനെ എൻ്റെ മുൻഗാമിയും അദ്ദേഹം ചെയ്തു. അദ്ദേഹം പള്ളികളിൽ ഇങ്ങനെ കുട്ടികളെ പ്രാഥമിക പാഠങ്ങൾ പഠിപ്പിച്ചിരുന്നു. 1 തൊട്ട് 4 ക്ലാസ് വരെ പള്ളി ബിൽഡിങ്ങിൽ, പള്ളി കെട്ടിടത്തിൽ തന്നെ, അല്ലെങ്കിൽ സ്കൂൾ കെട്ടിടം ഉണ്ടെങ്കിൽ അവിടെ പഠിപ്പിച്ചിരുന്നു. ശമ്പളമായിട്ട് കൊടുത്തിരുന്ന രൂപതയിൽ നിന്നാണ് കൊടുത്തിരുന്നത്. വലിയ ശമ്പളമൊന്നും ആയിരുന്നില്ല, ചെറിയ ശമ്പളം കൊടുത്തിരുന്ന രൂപതയിൽ നിന്നും. പിന്നെ കുട്ടികളിൽ നിന്നും അവർ പറ്റുന്ന കാശ് അവർ കൊടുത്തിരുന്നു. അങ്ങനെ അന്നത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞ് പിന്നെ ഗവൺമെൻറ് മാറി വന്നപ്പോൾ ഒത്തിരി സ്കൂളുകൾ കിട്ടി, കോളേജുകൾ എന്തെങ്കിലും കോളേജ് കിട്ടി. കോളേജില്ലായിരുന്നു. ഞങ്ങൾക്ക് ഒരു കോളേജ് വേണമെന്ന ആഗ്രഹം പാസ്റ്റൽ കൗൺസിൽ കൂടിയ അവസരത്തിൽ ഇടുക്കി എന്നുള്ള അൽമായ റെപ്രസെൻറ്റേറ്റീവ് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു കോളേജ് വേണം. ഈ ഭാഗത്താണെങ്കിൽ മൂവാറ്റുപുഴ കോളേജുണ്ട്, തൊടുപുഴ കോളേജുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കാം, ആലോചിക്കാം എന്ന് പറഞ്ഞു. ഇനി അച്ഛന്മാരുടെയൊക്കെ ആലോചിച്ച് കോളേജ് തുടങ്ങാമെന്ന് പ്ലാനിട്ടു. പക്ഷേ ഗവൺമെൻറ് അനുവദിക്കുന്നില്ലായിരുന്നു. പല തരത്തിലും ഗവൺമെൻറ് സമീപിച്ചു. ഒടുവിൽ പുതിയൊരു ഗവൺമെൻറ് വന്നപ്പോൾ അന്നത്തെ മന്ത്രി 2 കോളേജുകൾ ആ മന്ത്രിയുടെ കാലത്ത് അനുവദിച്ച് കിട്ടി. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും കുട്ടികൾക്ക് പഠിക്കാൻ ചെയ്തു കൊടുക്കാൻ പറ്റി. പിതാവ് ബൈബിൾ പണ്ഡിതനാണല്ലോ, ബൈബിളിലാണല്ലോ പിതാവിൻ്റെ ഡിഗ്രി അല്ല. ഒരു വചനം വ്യാഖ്യാനിക്കുമ്പോൾ ഒരു പണ്ഡിതൻ ശ്രദ്ധിക്കണമെന്ന് തോന്നിയിട്ടുള്ള കാര്യം എന്താണ്? സങ്കീർണമായ ചോദ്യം അത്. അതിലും ബൈബിൾ പഠിക്കുന്ന ആൾ ശാസ്ത്രീയമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ക്രിറ്റിസിസം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ടെക്സ്റ്റ് എഴുതിയിരിക്കുന്ന ടെക്സ്റ്റ് അത് ഗ്രീക്കിലായിരിക്കാം പുതിയ നിയമമാണെങ്കിൽ, ഹീബ്രുവിലായിരിക്കാം പഴയ നിയമമാണെങ്കിൽ, അത് ശരിയാണോ, തെറ്റു വല്ലതും ഉണ്ടോ, ശാസ്ത്രീയമായിട്ട് കറക്റ്റാണോ, ടെക്സ്റ്റ് ക്രിറ്റിസിസം അത് വേണം. പിന്നെ വേറെ ഇതിൽ ഫോം ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ ഇതേത് രൂപത്തിൽപ്പെട്ടതെന്നാണ് ഫോം ക്രിറ്റിസിസം. ഇപ്പോൾ പുതിയ ഇനത്തിലാണെങ്കിൽ പല രീതിയിലുണ്ട്, പാരബിള് ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ളതായ പ്രാഥമിക പാഠങ്ങൾ പലതുണ്ട്. അത് ഫോം ക്രിറ്റിസിസം പല ഫോംസിലൊക്കെയാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഏത് ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നൊക്കെ. പിന്നെ റിഡാക്ഷൻ ക്രിറ്റിസിസം എന്ന് പറയുന്നത്, റിഡാക്ഷൻ ഓരോ അപ്പസ്തോലനും എങ്ങനെയാണ് ഈ പല രൂപത്തിലുള്ളതായ കാര്യങ്ങൾ രൂപപ്പെടുത്തി പുസ്തകമാക്കിയത്. പിന്നെ നറേറ്റീവ് ക്രിറ്റിസിസം എന്ന് പറഞ്ഞിട്ടുണ്ട്. നറേഷൻ എങ്ങനെയാണ്, നറേഷൻ ഏത് ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ എഴുതിയത്, ഇതിൻ്റെ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ സാധിക്കുന്നുണ്ടോ, നറേറ്റീവ് ക്രിറ്റിസിസം. ഇങ്ങനെ പിന്നെ റീഡർ റെസ്പോൺസ് ക്രിറ്റിസിസം, പിന്നെ ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം എന്നെല്ലാം പല രീതിയിലുള്ള അപ്രോച്ചുകൾ, സമീപനമുണ്ട്. ഒരച്ഛൻ പള്ളി പ്രസംഗം പറയുമ്പോൾ ഒന്നും പറയേണ്ട കാര്യമില്ല, അത് മനസ്സിലാകുന്ന രീതി പറഞ്ഞാൽ മതി. ഈ ബൈബിളും ശാസ്ത്രവും തമ്മിൽ ബന്ധമില്ല എന്ന് പറയുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? ബൈബിളിൻ്റെ ഉദ്ദേശം ശാസ്ത്രം പഠിപ്പിക്കുക എന്നുള്ളതല്ല, ശാസ്ത്രത്തിൻ്റെ ഉദ്ദേശം ബൈബിൾ പഠിക്കുക എന്നുള്ളതല്ല. രണ്ടും ബൈബിള് ദൈവികമായ കാര്യമാണ്, നമ്മുടെ മാനസികമായ അതുപോലെ ദൈവികമായ വളർത്തലിന്, ആധ്യാത്മിക വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടിയിട്ടുള്ള
ദൈവം തന്നിരിക്കുന്ന വചനമാണത്, തന്നിരിക്കുന്നതാണ്. ഉം. അതിൻ്റേതായ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് നമ്മൾ നോക്കണം. ശാസ്ത്രം ആ രീതിയിലല്ല വസ്തുതയിൽ സമീപിക്കുന്നത്. ശാസ്ത്രം വേറെ ഒരു രീതിയിലാണ്. രണ്ടിൻ്റെയും മെത്തഡോളജി വ്യത്യാസമുണ്ട്. ശാസ്ത്രത്തിൻ്റെ മെത്തഡോളജി അല്ല ബൈബിൾ വ്യാഖ്യാനത്തിൻ്റെ മെത്തഡോളജി, തിയോളജിയുടെ മെത്തഡോളജിയും. അതിൻ്റേതായ രീതിയിൽ പോകണം. ഒന്നിനെ മറ്റൊന്നിനെ നിഷേധിക്കാനായിട്ടല്ല. ശാസ്ത്രമാണ് ബൈബിൾ നിഷേധിക്കേണ്ട കാര്യം. ബൈബിൾ ഉദ്ദേശിക്കുന്നത് ശാസ്ത്രം പഠിപ്പിക്കാനായിട്ടല്ല. പണ്ട് ബൈബിളിൽ പറഞ്ഞ കാര്യം ചിലപ്പോൾ ശാസ്ത്രജ്ഞന്മാർക്ക് അതേ രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് പ്രയാസമുണ്ട്, സാധിക്കില്ല. കാരണം ബൈബിളിൻ്റെ ഉദ്ദേശം തന്നെ അതല്ല. ബൈബിൾ ദൈവത്തിൻ്റെ വചനം. ദൈവം എന്ത് നമ്മൾ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതാ അന്വേഷിക്കുക. എന്താ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ അന്വേഷിക്കണം. ശാസ്ത്രം കൊണ്ട് വേറെ ഉദ്ദേശമുള്ളൂ. ശാസ്ത്രം ഇതിൻ്റെ പിന്നിലുള്ള എന്താണ്, ഓരോന്നിനും കാര്യങ്ങൾ അന്വേഷിക്കുക. ഉദാഹരണം ഫിസിക്സിൻ്റെ ഉദ്ദേശം അല്ല ബൈബിളിൻ്റെ ഉദ്ദേശം. ഫിസിക്സ് പഠിപ്പിക്കുകയല്ല ബൈബിൾ ചെയ്യുന്നത്. ബൈബിൾ പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഇതാ പറയുന്നത് ഇങ്ങനെയാണ്. അത് നമ്മളെങ്ങനെ മനസ്സിലാക്കണം, അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, എങ്ങനെ സ്വീകരിക്കണം, അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കണം, അതേ ഉള്ളൂ. ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ലോകത്തിൽ കുടുംബങ്ങളും ധാരാളം വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നു. ഈ സമയത്ത് കുടുംബങ്ങളുടെ ഈ ഒരു ഭദ്രത ഉറപ്പിക്കാനായിട്ട് പിതാവിന് എന്താണ് പങ്കുവയ്ക്കാനുള്ളത്? ഇപ്പോൾ കുടുംബങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണെന്ന് പറയാൻ പറ്റുകയില്ല. എങ്കിലും വളരെ സങ്കീർണമായ അവസ്ഥയിൽ നമ്മുടേത്. പണ്ട് കുടുംബങ്ങൾ ഒന്നിച്ച് ജീവിച്ചിരുന്നു. മാതാപിതാക്കന്മാർ ഒരുമയിൽ, മക്കൾ മാതാപിതാക്കന്മാരും ഒരുമയിൽ, അങ്ങനെയുള്ള ഐക്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, പരസ്പര ധാരണയുടെ, പങ്കുവയ്ക്കലിൻ്റെ ഒരു അന്തരീക്ഷം അന്നുണ്ടായിരുന്നത്. ഇന്ന് അന്തരീക്ഷം ഒത്തിരി മാറി. മക്കൾ അവരവരുടേതായ രീതിയിൽ അവർക്ക് ജീവിക്കാനുള്ള മാർഗം തേടി അവർ മാറുന്നു, അവരുടേതായ രീതിയിൽ പോകുന്നു. മാതാപിതാക്കന്മാരെ ഒരു അവഗണിക്കുന്ന രീതി ഉണ്ട്. മാതാപിതാക്കന്മാരെ നോക്കാനായിട്ട് അവർ സാധിച്ചൊന്നും വരികയില്ല. ഇവിടുത്തെ മാത്രമല്ല, ലോകം മുഴുവനുള്ള അവസ്ഥ ഇതാണ്. മാതാപിതാക്കന്മാരെ മക്കൾ അവഗണിക്കുന്നു, അവരെ വേണ്ടപോലെ ബഹുമാനിക്കുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയുണ്ട് ഇന്ന്. അന്ന് ഒരു കാലത്ത് കൂട്ടുകുടുംബങ്ങളിലൊക്കെ ഈ പരസ്പര ബഹുമാനവും ആദരവും ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഭാരതീയ പാരമ്പര്യം മാത്രമല്ല, ഏഷ്യൻ പാരമ്പര്യം പൊതുവേ വളരെ അങ്ങേയറ്റം അംഗീകരിക്കപ്പെടുന്ന ഒന്നാണ്. അതായത് പാശ്ചാത്യർ, അത് അമേരിക്കക്കാരായാലും ഫ്രഞ്ചുകാരായാലും ഒക്കെ പറയും ഏഷ്യൻ കുടുംബങ്ങൾ വളരെ അഭിനന്ദനീയമായ രീതിയിൽ പോകുന്ന കുടുംബങ്ങളാണ്. ഒന്നിച്ച് അവരെ സ്നേഹത്തിൽ ജീവിക്കുന്ന കുടുംബമാണ്. നമ്മുടേത് അങ്ങനെയല്ല എന്ന് അവർ പലപ്പോഴും പറയാറുണ്ട്. കാരണം ഒരിടത്ത് ഞാൻ ചെന്നപ്പോൾ അവിടെ പറഞ്ഞു, അവിടുത്തെ കുടുംബങ്ങൾക്ക് ഗൈഡൻസ് കൊടുത്തിരുന്ന ഭാര്യ ഭർത്താക്കന്മാർ അവർ രണ്ടുപേരും ഇടവകയിലെ കുടുംബങ്ങളെ നയിക്കുവാനായിട്ട് നിയമിച്ചിരുന്നവരാണ്, ചെയ്തുകൊണ്ടിരുന്നവർ. 30 കൊല്ലത്തെ ഈ ശുശ്രൂഷയ്ക്ക് ശേഷം അവർ പെട്ടെന്ന് അവർ വേർപിരിഞ്ഞു പോയി എന്ന് കേട്ടപ്പോൾ ഇടവജനം മുഴുവൻ ഞെട്ടി. ഇതേവരെ ജനങ്ങൾ കുടുംബങ്ങൾ എങ്ങനെയാണ് സ്നേഹത്തിൽ ഒരുമിച്ച് കഴിയേണ്ടത് എന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളുകൾ പുതുപോലെ ഒന്നിച്ച് ജീവിച്ചതിന് ശേഷം പെട്ടെന്ന് അവർ പിരിഞ്ഞു. അതാ അവരുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് അവൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുന്ന അവളെ. അപ്പം അങ്ങനെ കുടുംബങ്ങളുടെ അവസ്ഥ വളരെ ശിഥിലമാണ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ. ഭാരതത്തിൽ പൊതുവെ കുടുംബം എന്ന് പറഞ്ഞാൽ പവിത്രമായ ഒന്നാണ്. പാശ്ചാത്യ ലോകത്ത് അങ്ങനെയല്ല. ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് പോലും അവർ പെട്ടെന്ന് പിരിഞ്ഞു പോകും, ഒന്നിച്ച് നിൽക്കുന്നില്ല. പക്ഷെ അതിപ്പോൾ നമ്മുടെ ഇടയിലേക്കും വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കതിനെന്താ എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പിതാവിന് എന്താ തോന്നണം ഈ ഒരു കാലഘട്ടത്തിൽ? അതൊരു വലിയൊരു പ്രതിസന്ധിയിലോട്ടാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് ഓരോരുത്തരും അവരവരുടെ രീതി പോയി കഴിഞ്ഞാൽ അങ്ങനെ പ്രതിസന്ധി ഉണ്ടാവും. ഭർത്താവ് ഭാര്യയെ പരിഗണിക്കണം, ഭാര്യ ഭർത്താവിനെയും പരിഗണിക്കണം, അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഈ കുട്ടിയെ നോക്കുക എന്നുള്ളത് കെട്ടിയോക്കട്ടെ ഭാര്യയുടെ ചുമതല മാത്രമായിട്ട് മാറരുത്. ആഹാരം ഉണ്ടാക്കുന്നത് ഭാര്യയുടെ ചുമതലയായിട്ട് മാത്രം മാറരുത്. ക്ലീനിങ് ഭർത്താവിനെയും കൂടി ചുമതലയായിട്ട് എടുക്കുകയാണെങ്കിൽ ഉത്തരവാദിത്വം കുടുംബം ഇരു കൂട്ടരും കൂടി നോക്കി നടത്തേണ്ട ഒന്നാണ്.
ഈ കാളവണ്ടി 2 കാളയുണ്ടെങ്കിലേ വലിക്കാൻ പറ്റുകയുള്ളൂ. ഒരു തുഴഞ്ഞു പോകുന്ന 20 വശത്ത് നയമ്പുണ്ടെങ്കിൽ 2 നയമ്പ് ഒരുപോലെ വലിച്ചാലേ വള്ളം പോട്ട് പോവുകയുള്ളൂ. അതെ, കുടുംബം അങ്ങനെയാണെങ്കിലേ രക്ഷപ്പെടുകയുള്ളൂ. സെൽഫിഷ്നെസ് കൂടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് കുടുംബ ഛിദ്രം, ഭിന്നത ഉണ്ടാകാം, കുടുംബങ്ങളിൽ വേർപിരിവ് ഉണ്ടാകാം. അത് വളരെ സങ്കടകരമായ ഒരവസ്ഥയാണിത്. പിതാവിൻ്റെ ഈ ഒരു വിശ്രമകാലത്ത് ഇപ്പം പണ്ടുണ്ടായിരുന്നതിനേക്കാളും തിരക്കുകൾ കുറഞ്ഞോ? തിരക്കുകൾ കുറഞ്ഞു, യാത്രകൾ കുറഞ്ഞു. ഞാൻ കുറച്ചു. കാരണം പ്രായാധികം കൊണ്ട് ഒത്തിരി യാത്ര ചെയ്യാൻ പറ്റില്ല എന്നൊരു ചിന്ത മനസ്സിലുണ്ടായതുകൊണ്ട് ഞാൻ വിദേശത്തോട്ടൊന്നും പോകാറില്ല. ഇവിടെ തന്നെയാണെങ്കിലും ഒത്തിരി ദൂരേക്കൊന്നും പോകാറില്ല. വടക്കേ ഇന്ത്യക്കൊന്നും പോകാറില്ല. കേരളത്തിലേക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ തന്നെ ചുരുക്കമായ യാത്ര. സമയം കൂടുതൽ പ്രാർത്ഥനയും വായനയും ഒക്കെ ആയിട്ട് കഴിയുക. രാവിലെയാണോ കൂടുതലും പ്രാർത്ഥന? പകലും പോകുന്നുണ്ട്. പകലൊക്കെ ഞാൻ ഉച്ച കഴിഞ്ഞൊക്കെ പള്ളിയിൽ പോയിരിക്കും. ഉച്ച കഴിഞ്ഞാൽ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ, പിന്നെ വൈകുന്നേരം 6 മണിക്ക് പോയിരിക്കും, പിന്നെ 9 മണിക്ക് പോയിരിക്കും. അങ്ങനെ പല മണിക്കൂറിൽ പോയി പ്രാർത്ഥിക്കാം. സഭ ഈ ആധുനിക യുഗത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് തോന്നിയിട്ടുള്ളത് എന്താണ് പിതാവിൻ്റെ അഭിപ്രായത്തിൽ? സഭ ജനങ്ങളെ നേരായ മാർഗത്തിലൂടെ നയിക്കാനായിട്ട് നോക്കണം. തൊഴിൽ കണ്ടുപിടിച്ച് കൊടുക്കാനായിട്ട് നോക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ ജാഗ്രത. തൊഴിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയെങ്കിലും നടക്കണം. ചേരുന്ന ഞാൻ പറയുന്നില്ല. പരമാവധി നമുക്കാവുന്ന പറ്റുന്നിടത്തോളമൊക്കെ നോക്കണം. ഞാൻ തൊഴിൽ കണ്ടുപിടിച്ച് കൊടുക്കാനായിട്ട്, വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട്, ആ രീതിയിലൊക്കെ. സർവോപരി ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, ദൈവം എന്താണ് ആഗ്രഹിക്കുന്നവരെന്നും നമ്മൾ ഏത് രീതിയിൽ പോകണം എന്നവരെന്ന് പറഞ്ഞു. ദൈവഹിതത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ അവരെ പഠിപ്പിക്കണം. എക്സാക്ട്ലി. അതാ സഭ ചെയ്യേണ്ട ഒരു കാര്യം. ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക. എക്സാക്ട്ലി. ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഷാലോം പ്രേക്ഷകരോട് പിതാവിന് എന്താണ് പറയാനുള്ളത്? ഷാലോം വളരെ ഞാൻ കാണാറില്ല, ടെലിവിഷൻ കാണാറുള്ളതാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരെണ്ണം ഷാലോം TV. കാരണം അതിൻ്റെ ഇങ്ങനെ ഒരു ആത്മീയതയുടെ പരിവേഷണം ഉണ്ട്. അതിന് ആത്മീയത. എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ, പുള്ളി കാണുന്ന ഏക TV പ്രോഗ്രാം ഷാലോം TVയാണ്. പുള്ളി ഒന്നും കാണും. പുള്ളി നേരെ അവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കും. പുള്ളിക്ക് അത് കണ്ടില്ലെങ്കിൽ ഉറക്കം വരികയില്ല. അങ്ങനെ ഒത്തിരി മനുഷ്യരുണ്ട്. പുള്ളി മാത്രമല്ല, പല മനുഷ്യരും ഒരുപാട് ഉണ്ട്. അവരത് വിലപിടിച്ചതായി കണക്കാക്കുന്നു. അതവർക്ക് വലിയ മാറ്റം കൊടുക്കുന്ന വലിയ ശക്തി ആണ്. വലിയ ശക്തിയാണ്. ഒരു ആത്മീയ കരുത്ത് കൊടുക്കുന്നുണ്ട്. ആത്മീയ സന്തോഷം പകരുന്നൊരു ചാനലാക്കി ദൈവം ഷാലോമിനെ അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു. ഷാലോമിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ലാഭനഷ്ടങ്ങളിലായ പ്രധാനപ്പെട്ട കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ആത്മീയ സേവനം, ആത്മീയമായിട്ട് മൂല്യം, അത് അങ്ങേയറ്റം വലിയ ഒന്നാണ്. കാര്യത്തിൽ അവരെ അഭിനന്ദിക്കുന്നു. ദൈവത്തിന് സ്തുതി. പിതാവേ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയും ഒരു ബ്ലെസ്സിങ് കൊടുക്കുകയും ചെയ്യാം. പിതാവായ ദൈവമേ, പ്രിയമക്കളായ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ, മക്കൾ തിരുവചനം കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതിൽ താല്പര്യം കാണിക്കുന്നവരാണല്ലോ. പ്രത്യേകം ഷാലോം TV എന്ന മാധ്യമത്തിലൂടെ അങ്ങയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന്, കൂടുതൽ അങ്ങയോട് അടുക്കുന്നതിന്, കൂടുതൽ അങ്ങയെ സ്നേഹിക്കുന്നതിന്, ഞങ്ങളുടെ മക്കളായി ജീവിക്കുന്നതിന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഷാലോം TV ഈ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വലിയ സേവനം, വലിയ ശുശ്രൂഷ ഞങ്ങൾ അങ്ങ് തീർച്ചയായിട്ടും അനുഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും അംഗീകരിക്കുന്നു, ഞങ്ങൾ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ സഹോദരങ്ങളെ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ ഈ ഷാലോം TVയുടെ കാണിച്ചു കൊടുക്കുന്ന വഴിയിലൂടെ മുമ്പോട്ട് പോകുന്നതിന് ശക്തിപ്പെടുത്തണമേ. അങ്ങനെ ആത്മീയമായിട്ട് വളർച്ച പ്രാപിക്കുവാനായിട്ട്, മാനസികമായ ശാന്തിയും സമാധാനവും സ്വസ്ഥതയും പ്രാപിക്കുവാനായിട്ട് ഈ മാധ്യമം സഹായമായി തീരട്ടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളെ എല്ലാ തരത്തിലും നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷകരെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് സംരക്ഷിക്കുകയെ വളർത്തണമേ. ഞങ്ങളെയും അനുഗ്രഹിച്ച് ആശീർവദിച്ച് വളർത്തണമേ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന എല്ലാവരും കേൾക്കണമേ. ആമേൻ.
നമ്മുടെ കർത്താവ് ശംശിയുടെ കൃപയും പിതാവായതിന് സ്നേഹവും പരിശുദ്ധാത്മയുടെ സംസർഗവും ആവാസവും നിങ്ങളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ. ആമേൻ. അഭിവന്യ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിന് ഷാലോം പ്രേക്ഷകരോടൊപ്പം ഇടേ ശബ്ദത്തിൽ ഇത്രയും സമയം, അങ്ങയുടെ വിലപ്പെട്ട സമയം ചെലവഴിച്ചതിന് ഹൃദയപൂർവ്വം നന്ദി. താങ്ക് യു.